നമസ്കാരം. ഇന്നൊരു മെഡിസിൻ പരിചയപ്പെടുത്തുകയാണ്. അണു തൈലം. ഇത് നോക്കിക്കോ, അണു തൈലം. എന്താണ് ഈ അണു തൈലം എന്ന് വെച്ചാൽ, ഈ ആയുർവേദത്തിൽ 2 ടൈപ്പ് വ്യക്തികളെ പറയുന്നുണ്ട്. ഒന്ന് സ്വസ്ഥനും, 2 രോഗിയും. സ്വസ്ഥനും അസുഖം വരാതിരിക്കാനായിട്ട് ദിവസവും നല്ല ശീലങ്ങൾ ശീലിക്കേണ്ട ആളാണ് സ്വസ്ഥൻ. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്ന ആളാണ് രോഗി. അപ്പോൾ ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾ രോഗിക്ക് മാത്രമല്ല പറയുന്നത്, സ്വസ്ഥനായ ആരോഗ്യമുള്ള ഒരാൾക്കും പറയുന്നൊരു മരുന്നാണ് അണുതൈലം. ഇത് നസ്യം ചെയ്യാനുള്ള ഒരു മരുന്നാണ്. നമുക്ക് നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് രാവിലെ ഉറക്കമെണീറ്റതിന് ശേഷം ഉള്ള പ്രഭാത കൃത്യങ്ങളോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കർമ്മമാണ് നസ്യം. രോഗിക്ക് മാത്രമല്ല, ആശുപത്രിയിലാകുമ്പോഴത്തേക്കും തെറാപ്പിസ്റ്റ് ഓരോ ദിവസവും തുള്ളി മൂക്കിൽ കൂട്ടി കൊടുക്കും. ഇത് ദിവസവും 1 തുള്ളി വീതം സ്വസ്ഥന് മൂക്കിൽ മരുന്ന് ഇറ്റിക്കാം എന്ന് ദിനചര്യയിൽ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ എത്തിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് അണുതൈലം. അണുതൈലം ചെറിയൊരു കുപ്പിയാണ്, ഒരു 25 മില്ലി വരത്തുള്ളൂ. ഇതാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേറെ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ സ്വയം ചെയ്യാവുന്നതാണ്. ആയുർവേദത്തിൽ മൂക്കിന് നാസ എന്നാണ് പറയുന്നത്. നാസിക അല്ലെങ്കിൽ നാസികയിൽ ചെയ്യുന്ന ക്രിയയാണ് നസ്യം. തലവേദന വരാതിരിക്കാനും പിന്നെ ശിരോഗതമായിട്ട് തലയായിട്ട് ബന്ധപ്പെട്ട മിക്കവാറും അസുഖങ്ങളെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ക്രിയയാണ് നസ്യം. ഓക്കെ, ഇതൊന്ന് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഇന്ന് ഞാൻ വന്നത്. ആർക്ക് വേണമെങ്കിലും മൂക്കിലൊഴിക്കാവുന്ന ഒരു മരുന്നാണ് അണു തൈലം. ഓക്കെ, താങ്ക് യു.